എൻ്റെ പേര് സെയ്ദ്. വയനാട് ജില്ലയിൽ പേര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഫാമുള്ളത്. പിന്നെ ഇവർ ഫാം ഇൻസ്പെക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. ഇക്ബാൽ സാറ്, ജാൻസി മാഡം, സുരേഷ് ഏട്ടൻ, നൗഫൽ ഭായ് ഇവരെല്ലാം വന്നിട്ടുണ്ട്. കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ മുയലിനെ കൊണ്ടുവന്നിട്ട് 3 മാസമായി. ഒരു 60 കുട്ടികളുണ്ട്. 10 യൂണിറ്റിന് ഞാൻ ഓർഡർ ചെയ്തത്. സാറ് 5 തന്നിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ തന്നെ ശരിയാക്കാം. റാബിറ്റ് ഫാം സ്കൂൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലുള്ള പേരിയ എന്ന സ്ഥലത്തുള്ള മിസ്റ്റർ സയ്യിദിൻ്റെ ഫാമിലാണ്. അദ്ദേഹം ഈ സ്ഥലം ഒരു ലീസിന് എടുത്തിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് നല്ല വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ സ്വപ്നത്തിന് അനുസരിച്ചിട്ട് ഉയരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരുപാട് കൂടുകളോടെ ഉണ്ടാക്കാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളായിട്ട് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ അത്യാവശ്യം കുഞ്ഞുങ്ങളായിട്ടുണ്ട്. പക്ഷേ ഒന്നിനും മാറ്റിയിടാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ല. പിന്നെയുള്ള കുഞ്ഞുങ്ങൾ തന്നെ ഒരു കുഞ്ഞിൽ 5 6 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അങ്ങനെ കുഞ്ഞുങ്ങൾ തിങ്ങി കഴിഞ്ഞാൽ ഇവരെ ഗ്രോത്ത് കുറയും. ഗ്രോത്ത് കുറഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്കുള്ള ഇതിൽ നിന്നൊരു റിട്ടേൺ നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ അഡ്വാൻസ് ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ 1 യൂണിറ്റ് മുയലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് 2 കൂട് കൂടി എക്സ്ട്രാ വേണം. അതായത് ഒരു തള്ള മുയലിന് 2 കൂടി, ടോട്ടൽ 3 kg ഒരു കള്ളികളാണ് ഒരു തള്ള മുയലിന് വേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ കൂടുകൾ സെറ്റ് ചെയ്യാൻ. പിന്നെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ 5 യൂണിറ്റ് ചോദിച്ചിട്ടാണ് അദ്ദേഹം ആശാനിൽ ചെന്നത്. 10 യൂണിറ്റ് ചോദിച്ചിട്ട്. പക്ഷേ ആശാനിൽ നിന്ന് അവർക്ക് 5 യൂണിറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. കാരണം മിഗ്ദാസ് സാർ ഇത് ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ യൂട്യൂബിലും മറ്റും ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ അതാരും അപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം കറൻസി മാത്രമാണ് നമ്മുടെ സ്വപ്നത്തിൽ അപ്പോൾ വരുന്നുള്ളൂ. പിന്നെ ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഫാം, അതിലൊരുപാട് മുയലുകൾ, ആ ഒരു ചിന്ത മാത്രം. പക്ഷേ ഇതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് വിജയിച്ചാൽ മാത്രമേ നമുക്ക് 5 യൂണിറ്റോ 10 യൂണിറ്റോ എത്ര വേണമെങ്കിലും നമ്മളെ കപ്പാസിറ്റിക്ക് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കും. ഒരിക്കലും ഇതിലേക്ക് ചാടിപ്പുറപ്പെടണ്ട. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളായിട്ട് ആരും ആശയങ്ങളിലേക്ക് വരണ്ട എന്നാണ് മിഗ്ദാസ് സാർ പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വെള്ളം കൊടുക്കുന്ന രീതിയൊക്കെ കറക്റ്റാണ്. ആശയന പറയുന്ന രീതിയിൽ തന്നെ മണ്ണിൻ്റെ പാത്രത്തിൽ തന്നെ വെള്ളം കൊടുക്കുന്നത്. നിപ്പിൾ സിസ്റ്റം ഒന്നും ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇൻസ്പെക്ഷന് ചെന്നപ്പോൾ അവിടെ നമ്മൾ ഫാമിൻ്റെ പുറം ഭാഗത്ത് ഒരുപാട് നിപ്പിളുകളും അതിൻ്റെ പൈപ്പ് കണക്ഷൻസൊക്കെ കൂട്ടിയിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ആ ഫാമിൻ്റെ ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഒഴിവാക്കിയെന്നാണ് പറഞ്ഞു. കാരണം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ ചാവുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നിപ്പിൾ ഉപയോഗിച്ചുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു മേഖലയിൽ 10 വർഷമായിട്ടോ 6 വർഷമായിട്ടോ നിപ്പിളിൽ വെള്ളം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം. നമ്മളവരാരും കുറ്റം പറയല്ല. ആർക്കും വേണമെങ്കിലും വെള്ളം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫാം ഒന്ന് ശ്രദ്ധിക്കുക. ആശാന പറയുന്ന രീതിയിൽ മൺപാത്രത്തിൽ വെള്ളം കൊടുക്കുന്ന മുയലുകളുടെയും നിങ്ങൾ നിപ്പിൾ വെള്ളം കൊടുക്കുന്ന മുയലുകളെയും ആ മൂത്രം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിപ്പിൾ വെള്ളം കൊടുക്കുന്ന മുയലുകളുടെ മൂത്രം ഒരു പൗഡർ കലർന്ന വെള്ള കളറിലായിരിക്കും വരിക. അതിൻ്റെ ദൂഷ്യഫലം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. അതായത് വെള്ളം നല്ലപോലെ കിട്ടാത്തത് കൊണ്ടാണ് മൂത്രത്തിൻ്റെ കളർ ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ മൺപാത്രത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ അത് പ്രകൃതിദത്തമായ ഒരു ടേസ്റ്റ് അതിനുണ്ടാവും. അത് മുയലുകൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. അപ്പോൾ ഇങ്ങനത്തെയുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ നിപ്പിൾ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുയൽ ഫാമുകളുള്ളതും മുയലുകളെ എക്സ്പോർട്ടിന് ഇമ്പോർട്ട് അങ്ങനെ ഒരുപാട് വലിയ വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ചൈന. നിപ്പിൾ ഉണ്ടാക്കുന്നത് അവിടെയാണ്. അതെ, നിപ്പിൾസ് അവിടെ മാനുഫാക്ചറിങ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ചൈനയിൽ തന്നെയാണ്. പക്ഷേ രസകരമായ വലിയൊരു സംഭവം, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ളതാണ്, ആർക്കും കയറി സെർച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ചൈനയിലെ മുയൽ ഫാമിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ അവർ പറയുന്നത് സിറാമിക് ബൗളിൽ വെള്ളം കൊടുക്കാനാണ്. ബൗൾ എന്നാണ് അവർ പറയുന്നത്. അതായത് മണ്ണിൻ്റെ ബൗളായിരിക്കാം, സെറാമിക് ആയിരിക്കാം, അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ ലോകത്തിൽ മൊത്തം ജനങ്ങൾക്ക് കൊടുക്കുന്നത് നിപ്പിളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ സത്യം എന്നുള്ള കാര്യം. അപ്പോൾ ആശാനും ഒരിക്കലും നമ്മളോട് വെറുതെ നമുക്ക് കുറേ എക്സ്പെൻസ് ആക്കാൻ വേണ്ടി ഒരു കാര്യങ്ങളും പറയാറില്ല. ഇപ്പോൾ നിപ്പിൾ വെച്ച് നോക്കുമ്പോൾ, നിങ്ങളതിൻ്റെ പൈപ്പ് കണക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസ് കുറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു മണ്ണിൻ്റെ പാത്രം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് താനും. അത് നമ്മളിതിൻ്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക.
മണ്ണിൻ്റെ ഭാഗത്ത് തന്നെ വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ഇവരുടെ പല്ലിൻ്റെ വളർച്ച കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ പ്രകൃതിദത്തമായ ഒരു തണുപ്പിലെ വെള്ളം അത് ഇവർക്ക് കിട്ടും. പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അല്ലേ സുരേഷ്? തീർച്ചയായിട്ടും. അല്ലേ, നോക്കിയിട്ടില്ല കാര്യങ്ങളൊക്കെ? നിങ്ങൾ മണ്ണ് പാത്രത്തിലെ വെള്ളം കൊടുക്കും. പിന്നെ നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ ഉള്ള വേറൊരു ഗുണം കൂടിയുണ്ട്. കാരണം നമ്മൾ മനുഷ്യന്മാർ വെള്ളമായിട്ട് അല്ലെങ്കിൽ ജ്യൂസായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അത് മുഖാന്തരം നമ്മുടെ രക്തം തന്നെ ഒരുപാട് അതിനകത്ത് കുറേ ആവശ്യമില്ലാത്ത കണ്ടൻസൊക്കെ രക്തത്തിനകത്തുണ്ട്. ഈ രക്തം പ്യൂരിഫൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചാൽ മാത്രമേ അത് മൂത്രത്തിൻ്റെ രൂപത്തിൽ കൂടെ അത് നമ്മുടെ രക്തം പ്യൂരിഫൈ ആയിട്ട് മാറുള്ളൂ. അതേ സിസ്റ്റമാണ് ഈ മുയലുകൾക്കുള്ളതും. അപ്പോൾ ഈ മുയലുകൾക്ക് നിപ്പിളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയൊരു പാത്രത്തിൽ കുറേ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ചെറിയൊരു കപ്പ് തന്നിട്ട് നമ്മളോട് പറയാണ് ആ ചെറിയ കപ്പ് കൊണ്ടെടുത്ത് കുടിച്ചോളൂ. നമ്മൾ എത്ര പ്രാവശ്യം കുടിക്കും? നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറും ഇല്ല. അതേ സിസ്റ്റമാണ് നിപ്പിളിൽ കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. മുയലുകൾക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിക്കകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് പുറത്ത് പോവില്ല. വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞെങ്കിൽ അവർ നന്നായിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞെങ്കിൽ അവരുടെ ബ്ലഡിനകത്തുള്ള ഒരുപാട് പ്യൂരിഫിക്കേഷൻസ് നടക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മിഗ്ദാസ് സാർ നമ്മളോട് പറയുന്നത് മൺപാത്രത്തിൽ തന്നെ വെള്ളം കൊടുക്കാൻ പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മുയലിൻ്റെ ശരീരം ഫ്രഷ് ആവും, അതിനനുസരിച്ചിട്ട് അവരുടെ ആയുസ്സും കൂടും. അതൊരു മെയിൻ ഘടകമാണ്. അതല്ല, ശരിക്കും ഈ മുയലുകൾ നിപ്പിൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ, ഇപ്പം നിപ്പിൾ ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിച്ചാൽ ശരിക്കും അറിയാൻ കഴിയും. ആ മുയൽ വെള്ളം കുടിക്കുമ്പോൾ ഒരു 90% വെള്ളം വേസ്റ്റായി പോവാണ്. അവർക്ക് പറ്റില്ല. അതെ, അതാണ് സുരേഷ് പറഞ്ഞത്. വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചെറിയ ടോപ്പ് കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റും പറഞ്ഞ അതേ രീതി തന്നെയാണ് അവർ സംഭവിക്കുന്നത്. 90% വെള്ളം നമുക്ക് വേസ്റ്റായി പോവാണ്. 10% മാത്രമേ അവർക്ക് വായിലേക്ക് കിട്ടുന്നുള്ളൂ. ബോളിലാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം. അപ്പോൾ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാം സ്കൂൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.